വെൽക്കം ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. വെസ്റ്റ് നൈൽ പനി അതെന്താണ് ഈ രോഗം, എങ്ങനെ അതിനെ തടയാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെസ്റ്റ് നൈൽ പനി എങ്ങനെ പടരുന്നു, അതിന്റെ ലക്ഷണങ്ങൾ, ചികിത്സ, പ്രതിരോധം എന്നിവയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. വൈറസിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്നും എന്നാൽ പനിയുടെ ലക്ഷണങ്ങളോ വെസ്റ്റ് നൈൽ അണുബാധയുടെ മറ്റു ലക്ഷണങ്ങളോ കാണിക്കുന്നവർ ഉടനെ ചികിത്സ തേടേണ്ടതും ആവശ്യമാണ്. വെസ്റ്റ് നൈൽ വൈറസ് മനുഷ്യരിൽ മാരകമായ ന്യൂറോളജിക്കൽ രോഗത്തിന് കാരണമാക്കുന്നുവെന്ന് ആരോഗ്യ വകുപ്പ് പറയുന്നു. എന്നിരുന്നാലും ആരോഗ്യബാധിതരിൽ ഏകദേശം 80% രോഗലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല. രോഗം അത് എങ്ങനെ പടരുന്നു, അതിന്റെ ലക്ഷണങ്ങൾ, ചികിത്സാ, പ്രതിരോധം എന്നിവയെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ ഇതാ. എന്താണ് വെസ്റ്റ് നൈൽ വൈറസ്? വെസ്റ്റ് നൈൽ വൈറസ് WNV ഒരു കൊതുകിലൂടെ പരത്തുന്ന ഒറ്റധാരയുള്ള RNA വൈറസ് ആണ്. ഇതൊരു ഫ്ലാവി വൈറസ് ആണ്. ഇത് ജപ്പാനീസ് എൻസെഫലൈറ്റിസ്, മഞ്ഞപ്പനി എന്നിവയ്ക്ക് കാരണമാകുന്ന വൈറസുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വെസ്റ്റ് നൈൽ വൈറസ് എങ്ങനെയാണ് പടരുന്നത്? ക്യൂലെക്സിനം കൊതുകുകളാണ് പകരുന്നതിനുള്ള പ്രധാന വാഹകരായി പ്രവർത്തിക്കുന്നത്. രോഗബാധയിലുള്ള കൊതുകുകൾ മനുഷ്യരിലും പക്ഷികളും ഉൾപ്പെടെയുള്ള മൃഗങ്ങളിലും രോഗം പരത്തുന്നു. ഇവ വൈറസിന്റെ റിസർവെയർ ഹോസ്റ്റ് ആണ്. രോഗബാധിതരായ പക്ഷികളെ ഭക്ഷിക്കുമ്പോൾ കൊതുകുകൾ രോഗബാധിതരാകുന്നു. ഇത് കുറച്ചു ദിവസത്തേക്ക് അവരുടെ രക്തത്തിൽ വൈറസ് വ്യാപിക്കുന്നു. വൈറസ് ഒടുവിൽ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് രക്തഭക്ഷണത്തിനിടയിൽ വൈറസ് മനുഷ്യരിലേക്കും മൃഗങ്ങളിലേക്കും കുത്തിവെക്കുന്നു. അവിടെ അത് പെരുകുകയും ഒരുപക്ഷെ രോഗത്തിന് കാരണമാകുകയും ചെയ്യുന്നു. ലോകാരോഗ്യ സംഘടനയായ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു, രക്തപകർച്ചയിലൂടെയോ രോഗബാധിതയായ അമ്മയിൽ നിന്നും അവളുടെ കുട്ടിയിലേക്കോ ലബോറട്ടറികളിലെ വൈറസ് സമ്പർക്കത്തിലൂടെയോ WNV പകരാം. രോഗബാധിതരായ മനുഷ്യരെയോ മൃഗങ്ങളെയോ സമ്പർക്കം പുലർത്തുന്ന ഇത് പകരുമോ എന്ന് അറിയില്ല. US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പറയുന്നതനുസരിച്ച് പക്ഷികൾ ഉൾപ്പെടെയുള്ള രോഗബാധിതരായ മൃഗങ്ങളെ ഭക്ഷിക്കുന്നതിലൂടെ ഇത് പടരുന്നില്ല. WNV രോഗത്തിലുള്ള ഇൻക്യുബേഷൻ കാലാവധി സാധാരണയായി 2 മുതൽ 6 ദിവസം വരെയാണെന്നും എന്നാൽ 2 മുതൽ 14 ദിവസം വരെ ആകുമെന്നും പ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ ഇത് 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുമെന്നും CDC അഭിപ്രായപ്പെടുന്നു. വെസ്റ്റ് നൈൽ പനിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? രോഗബാധിതരിൽ 80% ആളുകളിലും രോഗലക്ഷണങ്ങൾ ഉണ്ടാകില്ല. ബാക്കിയുള്ളവർ വെസ്റ്റ് നൈൽ പനി അല്ലെങ്കിൽ കടുത്ത വെസ്റ്റ് നൈൽ രോഗം എന്ന് വിളിക്കുന്നു. അവർക്ക് പനി, തലവേദന, ക്ഷീണം, ശരീരവേദന, ഓക്കാനം, ചുണങ്ങ്, വീർത്ത ഗ്രന്ഥികൾ എന്നിവയാണ് ലക്ഷണങ്ങൾ. വെസ്റ്റ് നൈൽ വൈറസ് ബാധിച്ച 150-ൽ ഒരാൾക്ക് കൂടുതൽ ഗുരുതരമായ രോഗമുണ്ടാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. കഠിനമായ അസുഖത്തിൽ നിന്നും വീണ്ടെടുക്കാൻ ആഴ്ചകളോ മാസങ്ങളോ എടുത്തേക്കാം. കേന്ദ്ര നാഡീവ്യൂഹത്തിന് ചില പ്രത്യാഘാതങ്ങൾ ശാശ്വതമായേക്കാം, CDC പറയുന്നു. കോമോർഡിബിറ്റുകൾ ഉള്ളവരിലും ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരിലുമാണ് ഇത് സാധാരണയായി മാരകമാകുന്നത്. എന്നാൽ സാമാന്യമായ ലക്ഷണങ്ങൾ കാണിക്കുന്ന ജപ്പാനീസ് മസ്തിഷ്ക ജ്വരത്തെ അപേക്ഷിച്ച് മരണനിരക്ക് താരതമ്യേന ഇതിൽ കുറവാണ്. വെസ്റ്റ് നൈൽ വൈറസ് രോഗത്തിനുള്ള ചികിത്സ എന്താണ്? WN നിർദ്ദിഷ്ട പ്രതിരോധമോ ചികിത്സയോ വാക്സിനോ ലഭ്യമല്ല. ന്യൂറോ ഇൻവേർസീവ് WNV രോഗികൾക്ക് സഹായമായ ചികിത്സകൾ മാത്രമേ നൽകൂ. കൊതുക് കടി ഏൽക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നത്, കൊതുക് അകറ്റാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നത് പോലെയുള്ള വ്യക്തിഗത സംരക്ഷണ നടപടികൾക്കായി ആഗോളതലത്തിൽ ആരോഗ്യ അധികാരികൾ ഉപദേശിക്കുന്നു. പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് ലാർവ സ്രോതസ്സുകളുടെ കുറവ് ഉറപ്പാക്കണം, പ്രത്യേകിച്ച് കൊതുക് വാഹകർ പ്രജന കേന്ദ്രങ്ങളിലും വിശ്രമ സ്ഥലങ്ങളിലും. എന്തുകൊണ്ടാണ് ഇതിനെ വെസ്റ്റ് നൈൽ വൈറസ് എന്ന് വിളിക്കുന്നത്? 1937-ൽ ഉഗാണ്ടയിലെ വെസ്റ്റ് നൈൽ ജില്ലയിൽ ഒരു സ്ത്രീയാണ് ഈ വൈറസിനെ ആദ്യമായി വേർതിരിച്ചത്. 1953-ൽ ഡെൽറ്റ മേഖലയിലെ പക്ഷികളിൽ ഇത് തിരിച്ചറിഞ്ഞു. 1997-ന് മുമ്പ് WNV പക്ഷികൾക്ക് രോഗകാരിയായി കണക്കാക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ പിന്നീട് കൂടുതൽ മാരകമായ പിരിമുറുക്കം ഇസ്രായേലിലെ വിവിധ പക്ഷികളുടെ മരണത്തിനും കാരണമായി. ഇത് എൻസെഫലൈറ്റിസ്, പക്ഷാഘാതം എന്നിവയുടെ ലക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നു. വെസ്റ്റ് നൈൽ വൈറസിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.